ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എർത്തിൻ്റെ ഡൊമൈൻസ്. വാട്ട് ആർ ദി മേജർ ഡൊമൈൻസ് ഓഫ് എർത്ത്? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എർത്തിൻ്റെ മേജർ ഡൊമൈൻസ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെയാണെന്ത്? ലിത്തോസ്ഫിയർ. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്? ദി സോളിഡ് പോർഷൻ ഓഫ് ദി എർത്ത് ഓൺ വിച്ച് വി ലീവ് ഈസ് കോൾഡ് ദി ലിത്തോസ്ഫിയർ. അതായത് എർത്തിൻ്റെ എന്താണ് ആ ഒരു സോളിഡ് പോർഷൻ, അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ലിത്തോസ്ഫിയറിലാണ് നമ്മൾ നിൽക്കുന്നത്. സെക്കൻഡ് വൺ ആണ് എന്ത്? അറ്റ്മോസ്ഫിയർ. ദി ഗേഷ്യസ് ലെയേഴ്സ് ദാറ്റ് സറൗണ്ട് ദി എർത്ത് വേർ ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ് ആർ ഫൗണ്ട്. അപ്പോൾ അതാണ് എന്ത്? ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്നെ പറയാൻ പറ്റും? ദി ബ്ലാങ്കറ്റ് ഓഫ് എയർ. അതായത് ദി ബ്ലാങ്കറ്റ് ഓഫ് എയർ ആണെന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ദി തേർഡ് വൺ ദാറ്റ് ഈസ് ഹൈഡ്രോസ്ഫിയർ. ദി എർത്ത് സർഫസ് സറൗണ്ടഡ് ബൈ വാട്ടർ ഈസ് കോൾഡ് ദി ഹൈഡ്രോസ്ഫിയർ. അതായത് നമ്മുടെ ഈ പറയുന്ന സീ, ഓഷ്യൻ, ലേക്ക് ഇതെല്ലാം എന്താണ്? ഹൈഡ്രോസ്ഫിയറിൻ്റെ ഭാഗമാണ്. ആൻഡ് ദി ഫോർത്ത് വൺ ദാറ്റ് ഈസ് ബയോസ്ഫിയർ. ദി ബയോസ്ഫിയർ ഈസ് ദി നാരോ സോൺ വെയർ വി ഫൈൻഡ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ടുഗെദർ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഈസ് നോൺ ആസ് ബയോസ്ഫിയർ. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്? നമ്മുടെ ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ഈ മൂന്നെണ്ണവും കൂടി ഒരുമിച്ച് കൂടുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു ട്രിപ്പിൾ പോയിൻ്റാണ് എന്ത്? ബയോസ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ ഈ പറയുന്ന മൂന്ന് ഡൊമൈൻസ്, ലിത്തോസ്ഫിയർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഹൈഡ്രോസ്ഫിയർ ഉണ്ട്, ഈ പറയുന്ന മൂന്ന് ഡൊമൈൻസും കൂടി എന്താണ്? ഒരുമിച്ച് കൂടുന്ന ആ ഒരു പോയിൻ്റാണ് എന്ത്? നമ്മുടെ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രാം കാണാൻ സാധിക്കും. കണ്ടോ? ഇതാണ് നമ്മുടെ ലിത്തോസ്ഫിയർ, ഇതാണ് നമ്മുടെ ഹൈഡ്രോസ്ഫിയർ, പിന്നെ ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. കണ്ടില്ലേ? ഈ മേഘങ്ങളും ആകാശവും കണ്ടില്ല, അതെല്ലാം എന്താണ്? അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഈ പറയുന്ന വാട്ടർ സോഴ്സസ് ഇതെല്ലാം എന്താണ്? ഹൈഡ്രോസ്ഫിയർ ആണ്. പിന്നെ ഏതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, നമ്മുടെ ആ ഒരു കൃഷിയിടങ്ങൾ, പിന്നെ ഈ പറയുന്ന മല, കാട് ഇതെല്ലാം എന്താണ്? അതെല്ലാം ലിത്തോസ്ഫിയറിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഓക്കെ, പിന്നെ എന്താണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്? നോക്കിക്കേ, എന്താണ്? ദി സോൺ ഓഫ് ലൈഫ്. ബയോസ്ഫിയർ നമ്മൾ പറയുന്നത് എന്താണ്? ദി സോൺ ഓഫ് ലൈഫ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നമ്മുടെ ഹൈഡ്രോസ്ഫിയറും ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും മൂന്നും കൂടി ഒരുമിച്ച് കൂടിച്ചേരുന്ന ആ ഒരു പോയിൻ്റാണ് എന്ത്? ബയോസ്ഫിയർ. അതായത് ലൈഫ് പോസിബിൾ ആണെങ്കിൽ എന്ത് വേണം അവിടെ? അറ്റ്മോസ്ഫിയറും വേണം, ഹൈഡ്രോസ്ഫിയറും വേണം, ലിത്തോസ്ഫിയറും വേണം. അതായത് ഈ മൂന്നെണ്ണവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത്? അവിടെ ഒരു ലൈഫ് പോസിബിൾ ആവത്തുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് ബയോസ്ഫിയർ. അപ്പോൾ എന്താണ് ബയോസ്ഫിയർ? നമ്മുടെ അറ്റ്മോസ്ഫിയറും ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ഈ മൂന്ന് ഡൊമൈൻസും കൂടിച്ചേരുന്ന ആ ഒരു പോയിൻ്റാണ് എന്ത്? നമ്മുടെ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവർക്ക് ഈ പേരുകൾ കിട്ടിയത്? അതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. എന്താണ് ലിത്തോസ്ഫിയർ? എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ നേരത്തെ കണ്ടു, ഈ പറയുന്ന എന്താണ്? നമ്മുടെ ലാൻഡ്, ഈ പറയുന്ന മൗണ്ടൈൻസ് ഒക്കെ കൂടി ചേർന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിത്തോ എന്ന് വെച്ചെന്നാൽ, ലിത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, സ്റ്റോൺ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിന്നെ അടുത്തതാണെന്ത്? നമ്മുടെ ഹൈഡ്രോസ്ഫിയർ. എന്താണ് ഹൈഡ്രോസ്ഫിയർ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഹൈഡ്രോ എന്ന വാക്കിൻ്റെ അർത്ഥം? ഹൈഡ്രോ മീൻസ് വാട്ടർ, അല്ലേ? വാട്ടർ ആണെന്ത്? ഹൈഡ്രോ എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണെന്ത്? നമ്മുടെ അറ്റ്മോസ്ഫിയർ. അതായത് എന്താണ്? അറ്റ്മോ അല്ലെങ്കിൽ അറ്റ്മോസ്, അല്ലേ? എന്താണ് അറ്റ്മോസ് എന്ന വാക്കിൻ്റെ അർത്ഥം? ദാറ്റ് മീൻസ് വേപ്പർ. മനസ്സിലായോ? വേപ്പർ. ഇങ്ങനെയാണ് ഈ പറയുന്ന മൂന്ന് പേരുടെയും എന്താണ്? ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബയോസ്ഫിയറിൽ ബയോ ഉണ്ട്. എന്താ ബയോ എന്ന് പറയുന്നത്? എന്താണ് ബയോ എന്ന വാക്കിൻ്റെ അർത്ഥം? ദാറ്റ് ഈസ് ലൈഫ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന റോക്സ്, സ്റ്റോൺ, വാട്ടർ ആൻഡ് എയർ അല്ലെങ്കിൽ വേപ്പർ, ഇവ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നമുക്ക് ലൈഫ് പോസിബിൾ ആകത്തുള്ളൂ. അതാണെന്ത്? ഈ ഒരു ഡൊമൈൻസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, അല്ലേ? അതായത് നമ്മുടെ ലിത്തോസ്ഫിയറിലെ സ്റ്റോൺ, റോക്സ്, അതോടൊപ്പം തന്നെ ഹൈഡ്രോസ്ഫിയറിലെ വാട്ടർ, പിന്നെ അറ്റ്മോസ്ഫിയറിലെ എയർ, വേപ്പർ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത്? ബയോസ്ഫിയറിൽ എന്ത്? ലൈഫ് പോസിബിൾ ആകത്തുള്ളൂ. അതാണെന്ത്? ഈ ഒരു ഡൊമൈൻസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ ആണ്. അതായത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ആണ്. The first layer, that is 12 km above the Earth's surface, that is known as troposphere. And the second layer, that is 50 km above from the Earth's surface, that is known as stratosphere. And the third layer, that is 90 km above from the Earth's surface, that is known as mesosphere. And the fourth layer, that is 800 kilometers above the Earth's surface, that is known as the thermosphere. And the last layer, and we can say the fifth layer, that is almost 3000 kilometers above the Earth's surface, that is known as exosphere.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതേതാണ്, ഇത് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ആദ്യം കണ്ടത് ഡൊമൈൻസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയേക്കരുത് കേട്ടോ. ആൻഡ് ദി നെക്സ്റ്റ് വൺ, കോണ്ടിനെൻറ്റ്സ്. നമുക്ക് എത്ര കോണ്ടിനെൻറ്റ്സ് ഉണ്ട് മൊത്തം? നമുക്കറിയാം, നമുക്ക് മൊത്തം 7 കോണ്ടിനെൻറ്റ്സ് ഉണ്ട്. നോക്കിക്കേ, there are 7 major continents separated by a large water bodies. These continents are Asia, Europe, North America, South America, Africa, Australia and Antarctica. ഈ ഏറ്റവും അടിയിൽ കാണുന്നതാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 7 കോണ്ടിനെൻറ്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, Asia is the largest continent. It covers about 1/3 of the total land area of the earth. The Tropic of Cancer passes through this continent. അല്ലേ, അതായത് നമ്മുടെ കോണ്ടിനെൻറ്റ്സിൽ ഏറ്റവും വലുതാരാണ്? അത് നമ്മുടെ ഏഷ്യയാണ്. അല്ലേ, നമ്മളൊക്കെ ഏത് കോണ്ടിനെൻ്റ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏഷ്യ കോണ്ടിനെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് നമ്മുടെ മേജർ ലാറ്റിറ്റ്യൂഡായ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് എന്ത് ഈ ഒരു ഏഷ്യയിൽ കൂടെ കടന്നു പോകുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, യൂറോപ്പ് ഈസ് മച്ച് സ്മോളർ ദാൻ ഏഷ്യ. ദി കോണ്ടിനെൻറ്റ് ലൈസ് ടു ദി വെസ്റ്റ് ഓഫ് ഏഷ്യ. ദി ആർട്ടിക് സർക്കിൾ പാസസ് ത്രൂ ഇറ്റ്. അല്ലേ, ഇതാണെന്ന് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്പ് ഏഷ്യ വെച്ച് നോക്കുമ്പോൾ എന്താണ് വളരെ ചെറിയ ഒരു കോണ്ടിനെൻ്റ് ആണ്. അതിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? അത് ദാറ്റ് ഈസ് ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിളാണ് യൂറോപ്പിൽ കൂടെ കടന്നു പോകുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ, ആഫ്രിക്ക ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ആഫ്റ്റർ ഏഷ്യ. ദി ഇക്വേറ്റർ or the 0-degree latitude runs almost through the middle of the continent. The Sahara Desert, the world's largest hot desert, is located in Africa. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, അതായത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദി നെക്സ്റ്റ് വൺ, നോർത്ത് അമേരിക്ക. North America is the 3rd largest continent of the world. It is linked to the South America by a very narrow strip of land called the Isthmus of Panama. അതായത് എന്താണ് ഈ ഒരു നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കൂടി എന്താണ് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്മോൾ പോയിന്റ്, അതെന്താണ്? ഇസ്തമസ് ഓഫ് പനാമ. ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ നോർത്ത് അമേരിക്ക, ഇത് നമ്മുടെ സൗത്ത് അമേരിക്ക. ഇതിലെ കൂടെ ചെറിയൊരു നാരോ പാത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ചെറിയൊരു നാരോ പാത്ത് കണ്ടോ? ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇസ്തമസ് ഓഫ് പനാമ എന്ന് പറയുന്നത്. ഇതാണെന്ത് ഈ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ചെറിയൊരു പാസേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും കൂടി ബന്ധിപ്പിക്കുന്നതായിരുന്നു ധനുഷ്കോടി എന്ന് പറയും. അല്ലേ, അങ്ങനത്തെ ഒരു പാസേജ് അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കൂടി ബന്ധിപ്പിക്കുന്ന ആ ഒരു ഘടകമാണ് ഇസ്തമസ് ഓഫ് പനാമ എന്ന് പറയുന്നത്. ഓക്കെ, ദി നെക്സ്റ്റ് കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സൗത്ത് അമേരിക്ക ലൈസ് മോസ്റ്റ്ലി ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. അതുകൊണ്ടാണ് അതിനെ എന്ത് സൗത്ത് അമേരിക്ക എന്ന് വിളിക്കുന്നത്. ദി ആൻഡസ്, ദി വേൾഡ്സ് ലാർജസ്റ്റ് മൗണ്ടൈൻ റേഞ്ച്, റൺസ് ത്രൂ ഇറ്റ്സ് ലെങ്ത് ഫ്രം നോർത്ത് ടു സൗത്ത്. സൗത്ത് അമേരിക്ക ഹാസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് റിവർ, ദി അമാസോൺ. അതായത് അമാസോൺ വേൾഡ്സ് ലാർജസ്റ്റ് റിവർ എവിടെയാണത്? സൗത്ത് അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓസ്ട്രേലിയ. Australia is the smallest continent that lies entirely in the southern hemisphere. It is surrounded on all sides by the ocean and seas. It is called island continent. അല്ലേ, അതായത് ഈ പറയുന്ന ഓസ്ട്രേലിയ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? ഐലൻഡ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് കണ്ടോ, ഇവിടെ ഓസ്ട്രേലിയയൊക്കെ നോക്കിക്കേ, ദി ഓസ്ട്രേലിയ ഇസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ദി വാട്ടർ ബോഡീസ്. അല്ലേ, ആ ഒരു ഓഷ്യനാണ് കംപ്ലീറ്റ് ആയിട്ട് അതിനെ സറൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ഈ പറയുന്ന ഓസ്ട്രേലിയയെ ഐലൻഡ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓസ്ട്രേലിയയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, നിങ്ങൾക്കറിയാവോ? ഓഷ്യാന എന്നും വിളിക്കാറുണ്ട്. അതായത് ഓസ്ട്രേലിയ നമ്മൾ ഓഷ്യാന എന്നും നമ്മൾ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ഓസ്ട്രേലിയ ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ദി ഓഷ്യൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഐലൻഡ് കോണ്ടിനെൻറ്റ്. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് അന്റാർട്ടിക്ക. Antarctica, completely in the southern hemisphere, is a huge continent. The South Pole lies almost at the center of this continent. അല്ലേ, സൗത്ത് പോളിൻ്റെ ആ ഒരു സെൻറ്റർ എവിടെയാണ്? ഈ ഒരു അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ വീഡിയോ നമുക്ക് കണ്ടുപിട്ടാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.